നവീകരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പാളയം കണ്ണിമേര മാർക്കറ്റിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. മാറ്റിപ്പാർപ്പിക്കുന്ന താൽക്കാലിക കെട്ടിടങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചാണ് കോർപ്പറേഷന്റെ ഒഴിപ്പിക്കൽ കച്ചവടക്കാർ തടഞ്ഞത്. പ്രതിഷേധത്തിനിടയിലും പോലീസിന്റെ സഹായത്തോടെ കെട്ടിടം പൊളിക്കുന്ന നടപടി തുടർന്നു. നിലവിലെ മാർക്കറ്റിന് സമീപം 3 ബ്ലോക്കുകളിലായാണ് 366 താൽക്കാലിക കടമുറികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇവിടെ കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സൗകര്യങ്ങളില്ലാത്ത കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനെതിരെ തങ്ങൾക്ക് കോടതിയുടെ സംരക്ഷണമുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഇത് മനഃപൂർവ്വമായിട്ട് കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം ചെയ്യുന്നത്. ഒരു വിഭാഗം ആൾക്കാർ പിൻബലത്തിൽ ബലം പ്രയോഗിച്ചു. താൽക്കാലിക കെട്ടിടത്തിനടുത്തെ മാലിന്യ കൂമ്പാരം ഉപഭോക്താക്കളെ അകറ്റുമെന്നും കച്ചവടക്കാർ കരുതുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുള്ളതാണ്. പക്ഷെ അതുപോലും ചെയ്യാതെ ഞങ്ങളുടെ ബലാത്കാരമായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ബലാത്കാരമായി പൂട്ടടിച്ചു പൊട്ടി JCB കൊണ്ട് ഇടിക്കുകയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ചെയ്യുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 160 വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണിമേറ മാർക്കറ്റ് നവീകരിക്കുന്നത്. 100 കോടിയിലേറെ തുക മുടക്കിയാണ് പദ്ധതി. മീഡിയ 1 തിരുവനന്തപുരം.